ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് അജയ് ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ജിമെയിൽ അക്കൗണ്ടിൽ ഫോൺ നമ്പർ ഇല്ലാതെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഫ്രണ്ട്സ്, ഈ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റെപ്സ് മനസ്സിലാവും. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട്. സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന ക്രിയേറ്റ് എ ജിമെയിൽ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ കിടക്കുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫോർ മൈ പേഴ്സണൽ യൂസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഫോർ മൈ പേഴ്സണൽ യൂസ്. അപ്പം നിങ്ങൾ ഓപ്പണായി വരും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് കാണിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ ഓൾറെഡി ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ഷോ ആകും. സോ അതിനെ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലുള്ള നിങ്ങൾ ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കിടക്കുന്ന മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് അക്കൗണ്ട് ടു ഡിവൈസ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സ്ക്രീൻ ലോക്കാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് ഷോ ആവില്ല സ്ക്രീനിൽ. എന്നിട്ട് കുറച്ച് നേരം ആകുമ്പോൾ ലോഡായി വരും. എന്നിട്ട് താഴെ കിടക്കുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത് ഫോർ മൈ പേഴ്സണൽ യൂസ് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൊടുക്കാം നിങ്ങൾ ഫസ്റ്റ് നെയിം, എന്നിട്ട് ലാസ്റ്റ് നെയിം കൊടുക്കാം. അടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് കൊടുക്കുക. ഫസ്റ്റ് മന്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇയർ സെലക്ട് ചെയ്യുക. അടുത്ത് ജെൻഡർ എന്താണ്, മെയിലോ ഫീമെയിലോ എന്ന് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത് ഇതിൽ നിങ്ങൾക്ക് പുതിയ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ പേരിലാണെങ്കിൽ പേര്, അതിൻ്റെ കൂടെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് നമ്പർ ആഡ് ചെയ്യാം. ഓക്കെ, അതെല്ലാം കൊടുത്തിട്ട് നോക്കുക. ചിലപ്പം ഇത് നിങ്ങൾ കൊടുത്ത ജിമെയിൽ അക്കൗണ്ടിൽ വേറെയും ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ മാറ്റി കൊടുത്ത് നോക്കുക. ഓരോ നമ്പർ വ്യത്യാസ നമ്പറുകൾ, പേരുകളെല്ലാം മാറ്റി കൊടുക്കുക. അപ്പം നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഞാനും ഇതാ നമ്പരെല്ലാം മാറ്റി കൊടുക്കുകയാണ്. സോ ഫ്രണ്ട്സ്, എനിക്ക് ഒരു ഫൈനലി ജിമെയിൽ അക്കൗണ്ട് സെറ്റായി. ഇനി ഞാൻ നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പാസ്വേഡ് വയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 8 ഡിജിറ്റ് സ്ട്രോങ് പാസ്വേഡ് വെച്ച് കൊടുത്താൽ ഫസ്റ്റ് നിങ്ങളെ പേര് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നമ്പർ വ്യത്യാസമായിട്ട് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. യെസ് ഐ ആം ഇൻ എന്ന് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഐ അഗ്രി എന്ന് കൊടുക്കുക. സോ നിങ്ങളെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രാജു ബായ് എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ട് ഓപ്പണായി. സോ ഫ്രണ്ട്സ്, ഇതേപോലെ തന്നെ നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളെ
അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, ഫോൺ നമ്പർ വയ്ക്കാണ്ട്. പക്ഷേങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗൈസ്, നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറാണ്, അല്ലെങ്കിൽ ഇമെയിൽ ID. അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതർവൈസ് നിങ്ങൾ എപ്പെങ്കിലും നിങ്ങൾ പാസ്വേഡ് മറന്നു പോയാലോ, നിങ്ങളെ ഇമെയിൽ ID പാസ്വേഡ് മറന്നു പോയാലോ, സോ അതിന് ഹെൽപ്പ് ആവുന്നതാണ് ഈ ഫോൺ നമ്പർ. ഓക്കെ, സോ അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇതിൽ ഞാൻ പറഞ്ഞ വീഡിയോയുടെ ലെന്ത് കുറച്ച് കൂടിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം കൃത്യമായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.